എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൂടെയുള്ള പങ്കാളിയെ വഞ്ചിക്കാൻ പ്രേരിപ്പിക്കുന്ന 8 പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ബന്ധങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിപ്പോ പ്രണയബന്ധത്തിലാണേലും ദാമ്പത്യത്തിലായാലും കുറേയധികം കാര്യങ്ങളുണ്ട്. പരസ്പരം മനസ്സിലാക്കി ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും അറിഞ്ഞ് സന്തോഷത്തിലും വിഷമത്തിലും ഒപ്പം കൂട്ടി ഇങ്ങനെ നീണ്ട നിര തന്നെയാണ് ഒരു ബന്ധം സുഗമമായി പോകുന്നതിന് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയെന്നും വരില്ല. കൂടെയുള്ള പങ്കാളി നമുക്ക് മുൻതൂക്കം തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കും. പ്രധാനമായും ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാകാം ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ ചതിക്കുന്നത് എന്ന് നോക്കാം. അടുത്തിടെ നടത്തിയ പഠനങ്ങളിലാണ് ഈ ഒരു വിവരം കിട്ടിയത്. ഒന്നാമതായി, വൈകാരിക അടുപ്പത്തിന്റെ കുറവ്. പങ്കാളിയുമായുള്ള വൈകാരിക അടുപ്പം ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ്. വൈകാരിക അടുപ്പം കുറഞ്ഞാൽ അവർക്കിടയിലുള്ള സംഭാഷണങ്ങളിൽ നിന്ന് പോലും പ്രശ്നങ്ങൾ തുടങ്ങും. കൂടെയുള്ള ആൾക്ക് അവഗണിക്കുന്നതായോ ചതിക്കുന്നതായോ തോന്നാം. താൻ ചതിക്കപ്പെടുന്നു എന്ന തോന്നലിൽ തിരിച്ചു പ്രതികാരം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയണം. പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അടുത്തതായി, അനുഭവത്തിന്റെയും സമൂഹത്തിന്റെയും സ്വാധീനം. ഒരു വ്യക്തിക്ക് അവരുടെ മുമ്പത്തെ ബന്ധത്തിലുണ്ടായ വിശ്വാസ്യതയെക്കുറിച്ച് അറിയാമെങ്കിൽ പുതിയ പങ്കാളിയുമായി അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യത ഏറെയാണ്. ഒരിക്കലും മുമ്പത്തെ ബന്ധവുമായി താരതമ്യം ചെയ്ത് ബന്ധത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തരുത്. അടുത്തതായി, പങ്കാളിയുമായുള്ള ബന്ധത്തിലെ മടുപ്പ്. തന്റെ പങ്കാളി തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ആദ്യം അടുപ്പം കുറയും, പിന്നീട് അത് മടുപ്പായി മാറുകയും ചെയ്യും. പിന്നെ എങ്ങനെയും ഒഴിവാക്കാമെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അടുത്തതായി, സോഷ്യൽ നെറ്റ്വർക്കുകളിൽ അമിതമായ താല്പര്യം. നമ്മുടെ പങ്കാളി കൂടുതൽ സമയം സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ബന്ധങ്ങളിലെ വിശ്വാസ്യതയ്ക്ക് വേറെ കോട്ടം സംഭവിക്കും. സമൂഹ മാധ്യമങ്ങളിൽ അധിക സമയം ചെലവഴിക്കുമ്പോൾ കൂടെയുള്ള പങ്കാളിയുമായി സമയം ചിലവഴിക്കാൻ കിട്ടാതെ വരും. ഇത്തരം സന്ദർഭങ്ങളിൽ പങ്കാളിയെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ചിന്തിച്ചു തുടങ്ങും. അടുത്തതായി, ജോലിയിലും യാത്രകളിലും വ്യാപ്തരായവർ. ബിസിനസ്സിലും ജോലിയിലും യാത്രയിലും കൂടുതൽ വ്യാപ്തരായവർ ചതിക്കാൻ അവസരം കൂടുതലാണ്. കൂടുതലും ബിസിനസ്സുകാരാണ് സ്ത്രീകളെ ചതിച്ചിട്ടുള്ളത് എന്ന് സർവേകൾ വ്യക്തമാക്കുന്നു. ബിസിനസ് യാത്രകളിൽ മറ്റ് സ്ത്രീകളെ ഒപ്പം കൊണ്ടുപോകുകയും തന്റെ പങ്കാളി അറിയാതെ ആ ബന്ധം തുടർന്നു കൊണ്ട് നടക്കുകയും ചെയ്യും. ഏതാണ്ട് 13% സ്ത്രീകൾക്കും തൊഴിലിടങ്ങളിൽ വിവാഹേതര ബന്ധമുണ്ടെന്നും സർവേകൾ വ്യക്തമാക്കുന്നു. വിവാഹശേഷം 6 മുതൽ 9 വർഷം വരെ കഴിഞ്ഞ സ്ത്രീകളിലാണ് ഇത്തരം ബന്ധത്തിന് സാധ്യതയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അടുത്തതായി, ഓക്സിറ്റോസിന്റെ അഭാവം. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയാലും ഓക്സിറ്റോസിന്റെ അളവ് കുറഞ്ഞാലും പണി കിട്ടും. പൊതുവെ ഓക്സിറ്റോസിനെ ആലിംഗന ഹോർമോൺ എന്നാണ് വിളിക്കാറ്. ബന്ധങ്ങൾക്കിടയിലെ വിശ്വാസ്യതയ്ക്ക് ഓക്സിറ്റോസിന് നിർണായക പങ്കുണ്ട്. ഓക്സിറ്റോസിൻ ഹോർമോണിന്റെ അളവ് കുറഞ്ഞാൽ പങ്കാളിയിൽ നിന്ന് അകലം പാലിക്കുകയും ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ബന്ധങ്ങളിൽ ഏറ്റവും തെറ്റാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഒരാളുമായി അടുപ്പത്തിലാവുക, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് നിർബന്ധമാവുക എന്നത്. അവിടെ പരസ്പരം ഒരു തരത്തിലുള്ള ഇഷ്ടവും മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ളവർ സ്വയം വഞ്ചിക്കുകയും ഒപ്പം ഇതൊന്നും അറിയാതെ കൂടെയുള്ള പങ്കാളിയെ ചതിക്കുകയുമാണ് ചെയ്യുന്നത്.